ഇവരെല്ലാം എനിക്ക് ഉള്ള കാര്യം തന്നെ കോമഡി പോലെ പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. കരിയറും അവിടെ ഉണ്ടാകുന്ന ഇത് സത്യത്തിലുണ്ടല്ലോ, ഇവൻ ഏതോ വനിതാ അവതാരകരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറാൻ ഉണ്ടാക്കി കൊണ്ടുവന്നൊരു റൗണ്ടാണ് ഇത്. പൊട്ടിപ്പൊളിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചു. ഈ 3-4 ചോദ്യവും കരിയറും പുലി പിടിക്കാൻ പോകുന്നു, കാറിന്റെ റേസിങ്ങിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും എന്നെ എന്നൊക്കെ ഇവൻ നോക്കുമ്പോ ചില പെമ്പിള്ളേർ അങ്ങനെ ചോദിച്ചിട്ട് ക്യൂട്ട് എക്സ്പ്രഷൻ ഒക്കെ അതാണ് പറ്റിയിരിക്കുന്നത്. ഇത് രാമൂട്ടി, ഇത് നീ തിരിച്ച് സ്വീകരിക്കണം. ഞങ്ങളുടെ വിളിച്ചെന്നാ ഞാൻ വീട്ടിൽ നിന്റെ കൊണ്ടുപോകണം. ഇവിടെ നന്നായിരുന്നടാ ഈ ഒരു റൗണ്ട്. ഞങ്ങൾ ഒരുപാട് അവനെന്താ പറഞ്ഞെന്ന് ചോദിക്കട്ടെ. കരിയർ അല്ല, കരിയർ പുള്ളി എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന്. പിന്നെ തീർച്ചയായും മേടിക്കണ്ട. നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും. രക്ഷപ്പെടുവോ ധ്യാൻ ചേട്ടന്? അല്ല, ധ്യാൻ ചേട്ടൻ അങ്ങനെ ഒരു കരിയർ ഒന്ന് എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും എന്നൊക്കെ അതുക്കും മേലെ. പൊതുവെ റിലീസ് ദിവസമൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത കാര്യത്തിനെ കുറിച്ച് ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടോ? എങ്ങനെയാ ഈ സിനിമ ഒക്കെ വരുമ്പോഴത്തേക്കും സിനിമ ടെൻഷൻ ഉണ്ടാവും. എന്തായാലും അതിന്റെ റിസൾട്ട് എന്താവും അറിയാനുള്ള ഒരു ടെൻഷൻ സിനിമ പ്രവർത്തിച്ച എല്ലാവർക്കും ഉണ്ടാവും. അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഇതൊക്കെ എന്താവും എന്നുള്ള ബോധ്യം ഉണ്ടാവും. അവര് ടെൻഷൻ ഇല്ലാതെ കാണും. ബാക്കിയുള്ള അല്ല, ഞാൻ പലരും കണ്ടിട്ടുണ്ട്. ഒരു ടെൻഷൻ ഇത് കൈവിട്ട് പോകുന്നു, സിനിമ തുടങ്ങി കുറച്ച് ദിവസം ആകുമ്പോൾ തന്നെ ബോധ്യം വരുന്ന നടന്മാരുണ്ട്. അവർക്ക് ടെൻഷൻ നമ്മൾ വളരെ എക്സ്പെക്ട് ചെയ്തിട്ട് കിട്ടാതാകുമ്പോഴൊക്കെ സങ്കടം വരും, ടെൻഷൻ ഉണ്ടാവും. എടാ, ഞാൻ പലതും അറിയാറ് റിലീസ് കഴിഞ്ഞിട്ട് എന്റെ റിലീസായിരുന്നു. അവിടെ തലേ ദിവസം ടെൻഷൻ ഒന്നും ഉണ്ടാവാറില്ല. ബേസിലെ പുതിയ ലുക്ക് ഉണ്ടായിരുന്നു, മരണമാസിന്റെ ഒക്കെ ഫസ്റ്റ് ലുക്ക്. ഇല്ല ധ്യാൻ ചേട്ടൻ അതുപോലത്തെ മേക്ക് ഓവർ ഒക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ എന്നെ മതി അപമാനിച്ചത്. നീ ഫോട്ടോ ഒന്ന് കാണിച്ചു, ഏതാണെന്ന് കാണട്ടെ. ലുലുമാനെ ഒന്ന് കാണിച്ചു. ഈ പോസ്റ്റർ ഞാൻ കണ്ടായിരുന്നു. ഇത് ബേസിൽ നീ പറഞ്ഞപ്പോഴാ മനസ്സിലായേ. നന്നായിട്ട് കേട്ടോ. അല്ലേ, അവനെ ഒറ്റയ്ക്ക് മനസ്സിലാവണ പോലുമില്ല. നല്ല ആറ്റിറ്റ്യൂഡ്. മറ്റേ സ്കിബിഡി വേറെ മുഖല്ലേ. അതുപോലൊക്കെ ഒരു മേക്ക് ഓവർ ഒക്കെ ഉണ്ടാവോ ധ്യാൻ ചേട്ടന് ആരാധകർ പ്രതീക്ഷിക്കുന്നു? ഡിജിറ്റൽ ഫാൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഒളിമ്പിക്സ് ഫിലിം വരുന്നുണ്ട്. അതിനകത്ത് ഒരു 3-4 ജനങ്ങളിൽ പോകുന്ന ഒരു ഇംഗ്ലീഷുകാരൻ അത്ലറ്റിന്റെ വേഷം ഇവന് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി ഇവൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടും കൂടെ ചെയ്യുന്നത്. അങ്ങനെ കുറെ സാധനങ്ങൾ അതിനകത്ത് ഇംഗ്ലീഷാണ്. അതിനകത്ത് നീന്തലും ചക്രേ കേരള, അതിൽ ചില ജിംനാസ്റ്റിക്കിന്റെ ചില ഇനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ പോകുന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞാൽ പരിശീലനം നടത്തുന്നുണ്ട് മേക്ക് ഓവറിന് വേണ്ടിയിട്ട്. ഓക്കെ ആണോ? അതിന് വിട്ട് പറക്കുന്നത് ഒളിമ്പിക്സ് അല്ലേ, എല്ലാ രാജ്യങ്ങളിൽ നിന്നും വരും കേട്ടോ. ഒരുപാട് വരും. അത് ഫെബ്രുവരി ഫെബ്രുവരി 28-ന് ആപ് കൈസെ ഹോ തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ധ്യാൻ ശ്രീനിവാസൻ ആസ് എ റൈറ്റർ ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്നുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരാധകൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ വിജയങ്ങളോടെ വീണ്ടും ഞങ്ങളെ രസിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ രമേശ് ചേട്ടാ, വീണ്ടും ഒരുപാട് വർഷമായിട്ട് എന്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളെ. അപ്പോൾ വീണ്ടും ആശംസിക്കുന്നു. അജേട്ടാ 28-ന് 2 റിലീസുകൾ ഉണ്ടല്ലേ? ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഇവന്മാർക്കൊക്കെ ഒരു ദിവസം എത്ര റിലീസ് സിനിമയല്ല, ഇവന് 2 സിനിമയാണ്. അതുണ്ടല്ലേ ക്യാമിയോ സെക്കൻഡ് ഹാഫിൽ വന്ന്. ക്യാമിയോ അല്ല, കുറച്ചുണ്ട്. അബിൻ തുടരുന്നുണ്ടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യമായിട്ടാണ് തരുൺ സാറിന്റെ കൂടെ ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഭയങ്കര എക്സൈറ്റഡ്, ഒരു ഫാൻ ബോയ് ആയിരുന്നു. അപ്പൊ അല്ല